വലിയ രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടാവുന്നത്. ക്രൈസ്തവർക്ക് നേരെ ഉണ്ടാവുന്ന ഇത്രയും ഭീകരമായ ആക്രമണം എന്താണ് തടയിടാൻ കഴിയാത്തത്? എന്താണ് ഇതിന് പിന്നിലുള്ള കാരണങ്ങൾ? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? നമസ്കാരം, ഞാൻ ജോസ് കുമ്പളയിൽ ജർമ്മനിയിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസം ഇതിനെപ്പറ്റി പറയുമ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇതിന്റെ ഒരു തുടക്കം. ഇത്തവണത്തെ ക്രിസ്മസ് മാർക്കറ്റ് ലക്ഷ്യമാക്കി ഈ സിറിയക്കാര് ഇറങ്ങിയിരിക്കുന്നത്. അതായത് ബെർലിനിലെ ഇവരുടെ ആസാദ് ഭരണകൂടം വീണതിന്റെ 1-ാം വാർഷികവും പുതിയ ഇസ്ലാമിക് ഭരണകൂടം നിലവിൽ വന്നതിൻ്റെയും ഒരു വലിയ ആഘോഷമാണ് ഇവർ സംഘടിപ്പിച്ചത്. നേരത്തെ ഇവർ മുന്നറിയിപ്പായിട്ട് അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും അത് ഗവൺമെന്റ് അത്ര തരത്തിൽ, അതായത് ഒരു സംഘർഷം ഉണ്ടാകത്തക്ക രീതിയിലുള്ള പോക്ക് അവർ കണക്കൂട്ടിയോ എന്ന് സംശയമുണ്ട്. കാരണം ഇതിനകത്ത് സംഘർഷം ഉണ്ടായി. ഇതിനെപ്പറ്റി കൂടുതലായി പറയുമ്പോൾ ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റുകൾ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയതും അതുപോലെ തന്നെ ഏറ്റവും ആകർഷണീയമായിട്ടുള്ള കാര്യങ്ങൾ അടങ്ങുന്ന ഒരു വലിയ കൺസെപ്റ്റാണ്. അതായത് നവംബർ 23 മുതൽ ആണ് സാധാരണഗതിക്ക് പരമ്പരാഗതമായിട്ട് ഇത് തുടങ്ങുന്നത്. എന്നാൽ ഇത്തവണ സുരക്ഷ പലയിടത്തും വീഴ്ച വന്നതിന്റെ പേരിൽ 23-ന് തുടങ്ങാനായില്ല. പ്രത്യേകിച്ച് ഞാൻ താമസിക്കുന്ന കൊളോണിലാണെങ്കിൽ 23-ന് ഇതിന്റെ ഓപ്പണിങ് കാണാനായിട്ട് ഞങ്ങൾ പോയതാണ്. പക്ഷെ കാണാൻ പറ്റിയില്ല. അന്നേരം അവർ പറഞ്ഞത് ഞങ്ങൾ തുറക്കും, പക്ഷേ അതിന്റെ മേൽനോട്ടങ്ങൾ അതിന്റെ കൃത്യതയിലേക്ക് വന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ തന്നെ ഇവിടുത്തെ സുരക്ഷാ സംവിധാനത്തിൽ വീഴ്ച ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അവർ തന്നെ വെളിപ്പെടുത്തുന്നത്. അപ്പൊ ഈ സിറിയക്കാരെ പറ്റി പറയുമ്പോൾ ജർമ്മനിയിലെ സിറിയക്കാരെന്ന് പറയുന്നത് 1.22 മില്യൺ ആളുകളുണ്ട്. ഇതെല്ലാം തന്നെ അഭയാർത്ഥികളാണ്. ഇതിനകത്ത് 9,74,000 ആളുകൾ ആണ് ഇവരുടെ, അതായത് മൈഗ്രേഷൻ കണക്ക് പറയുന്നത്. പക്ഷെ അതിൽ കൂടുതലാണ് ഇവിടെ വന്ന് ചേർന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ ജർമ്മൻ പൗരത്വം എടുത്തിട്ടുള്ള 50,000 പേരേ ഉള്ളൂ. പക്ഷെ ഇതൊന്നും അല്ല ഇതിനകത്തെ വിഷയം. ഇവർക്ക് അവരുടെ രീതിയിലുള്ള ഒരു രാഷ്ട്രം ഇവിടെ ജർമ്മനിയിൽ കെട്ടിപ്പോക്കണം എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ്. പക്ഷെ അത് ഗവൺമെന്റ് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കാണുന്നുണ്ട്. സിറിയക്കാരെ പുതിയ ഗവൺമെന്റ്, അതായത് മെർസ് സർക്കാർ കഴിഞ്ഞ മെയ് മാസത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം സിറിയക്കാരെ തിരിച്ചയക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഇവിടുത്തെ പരമോന്നത കോടതി ഉൾപ്പെടെ ഇതിന് തടയിട്ട സംഭവങ്ങളും ഇവിടെ ഭയങ്കരമായിട്ട് ഇവർ പ്രതിഷേധിക്കുന്ന ജർമ്മൻകാര് അല്ലെങ്കിൽ വിദേശികൾക്ക് എതിരെ എപ്പോഴും നിൽക്കുന്ന ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി എന്ന രാഷ്ട്രീയ പാർട്ടി തന്നെ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താ അവരുടെ പോളിറ്റ് ഗ്രാഫ് ഇത്തവണ ഭരണകക്ഷിയെക്കാട്ടിലും ഇതുവരെ 155 അല്ല 160 വർഷം പഴക്കമുള്ള പരമ്പരാഗത പാർട്ടിയെക്കാട്ടിലും മുന്നിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് 27% അവർ ജനപിന്തുണ നേടിക്കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെ തന്നെ ജർമ്മനിയുടെ ആ ഒരു കൾച്ചർ മാറുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഈ സിറിയക്കാർ ഇവിടെ കാണിക്കുന്നത്. രണ്ടാമത് കഴിഞ്ഞ വർഷം 2024 ഡിസംബർ 20-നാണ് 19 രാത്രി 20-നാണ് മാഗ്ഡബർഗിൽ ഒരു ഭീകരൻ കാർ ഓടിച്ച് കയറിയതും അത് ഒരു കൊച്ചു കുട്ടി ഉൾപ്പെടെ 2 വയസ്സുകാരൻ കൊച്ചു കുട്ടി ഉൾപ്പെടെ 6 പേര് മരണത്തിനിടയാക്കിയാണ്ട് 300-ലധികം പേര് ഇപ്പോഴും ആശുപത്രി കിടക്കുന്നുണ്ടെന്നാണുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ഇതൊക്കെ തന്നെ നമ്മളെ ഇവിടെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമ്മളൊക്കെ മുൻ വർഷങ്ങളിൽ നമ്മളിവിടെ കൃത്യമായിട്ട് അല്ലെങ്കിൽ വളരെ വളരെ ആകാംക്ഷയോടെ നമ്മൾ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് ചെല്ലുമ്പോൾ നമുക്കൊന്നും ലവലേശം ഭയമില്ലാതെ ഒന്നും കൂസാതെ നമുക്ക് അകത്ത് കയറാവുന്ന ഒരു സംവിധാനമായിരുന്നു. പക്ഷെ ഇപ്പോൾ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പോലീസ് അല്ല പട്ടാളമാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. ഓരോരുത്തരെയും അടിമുടി പരിശോധിച്ചിട്ടാണ് അകത്തേക്ക് കയറ്റുന്നത്. എന്നിട്ടാണ് ഇവന്മാര് ഈ പറഞ്ഞ സിറിയക്കാര് എല്ലാം തന്നെ ഇസ്ലാമിസ്റ്റിന് കീ വിളിക്കുന്ന ആൾക്കാർ മാത്രമാണ്. അതുപോലെ തന്നെ ഹമാസിന്റെ ഒക്ടോബർ 7-ന് അവര് ഇസ്രായേലിൽ കയറി തകർത്തതിന്റെ ആഘോഷം ഇവിടെ ഭയങ്കര ആയിരുന്നു. അതിന് തന്നെ ഇവിടെ ഭയങ്കരമായിട്ട് വിമർശനം ഉയർന്നു കഴിഞ്ഞു. എന്നിട്ട് പോലും ഈ ഹമാസിന് കീ വിളിക്കുന്നവരെ ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യുമെന്ന് ഇവർ സർക്കാർ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിന് പോലും
പുല്ല് വില കൽപ്പിച്ചാണ് ഇവിടെ ജീവിക്കുന്നത്. ഇവിടെ ജീവിക്കുന്നവരൊക്കെ തന്നെ എങ്ങനെയാ ജീവിക്കുന്നത്? സർക്കാരിന്റെ, അതായത് ഞങ്ങളൊക്കെ ജോലി ചെയ്ത് കൊടുക്കുന്ന ടാക്സ് പണം എടുത്തിട്ടാണ് ഇവനെയൊക്കെ തീറ്റിപ്പോറ്റുന്നത്. ഇതൊക്കെ തന്നെ വളരെ വിരോധാഭാസമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഈ ഡീപ്പോർട്ടേഷന്റെ കാര്യം പറഞ്ഞപ്പോൾ, ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഓരോ പ്ലെയിനിലും അങ്ങോട്ട് കയറ്റി വിടുമ്പോൾ 1000 യൂറോ പോക്കറ്റ് മണിയായിട്ട് ഉൾപ്പെടെയാണ് ഇവരെയൊക്കെ കയറ്റി വിട്ടിട്ടുള്ളത്. എന്നിട്ട് 2 ആഴ്ച കഴിയുമ്പം വേറെ പാസ്പോർട്ടുമായി വേറെ മുഖവുമായി ഇവരിവിടെ തിരിച്ചെത്തുന്ന കാര്യങ്ങളും ഇവിടുത്തെ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ജർമ്മനിയെ സംബന്ധിച്ച് ജർമ്മനിയുടെ പഴയ പാരമ്പര്യങ്ങളും പഴയ ശാന്തതയും പഴയ മൂല്യങ്ങളും ഒക്കെ കൈവിട്ട് പോകുന്ന ഒരവസ്ഥയാണ് ഇവിടെ എന്നും എപ്പോഴും ഇനി ഭാവിയിലും സംജാതം ആകുന്നതെന്ന് പറഞ്ഞാൽ അതൊരിക്കലും അതിശയോക്തി ആവില്ല. പിന്നെ ക്രിസ്മസ് മാർക്കറ്റിന്റെ ഒരു കാര്യം കൂടി പറയാം. ഇപ്പം കഴിഞ്ഞ ദിവസം ശനിയാഴ്ച വൈകിട്ട് ഇവര് 2500 പേര് പങ്കെടുക്കുമെന്ന് പറഞ്ഞ, അതായത് ഇവർ പ്രഖ്യാപനം നടത്തി, ഞങ്ങൾ 2500 പേരെ ഇതിൽ പങ്കെടുക്കുള്ളൂ. ബെർലിനിലാണ് ഇവർ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചത്. എന്നാൽ ജർമ്മനിയിലെ എസൻ, ലൈപ്സിഷ്, ഹാംബുർഗ്, അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലും, കൊളോണിൽ പ്രത്യേകിച്ചില്ലായിരുന്നു. അപ്പൊ ഈ സിറ്റികളിലെല്ലാം, ഈ നഗരങ്ങളിലെല്ലാം ഇവർ ഒത്തുകൂടിയതിന്റെ പേരിലാണ്ട് 10,000-ത്തിലധികം സിറിയക്കാരും അതുപോലെ തന്നെ ഹമാസ് അനുകൂലികളുമാണ് ഒത്തുകൂടിയത്. ഇവരുടെ എല്ലാം കയ്യിൽ പതാകകൾ, അതിന്റെ എല്ലാം ഫോട്ടോകളും മറ്റു കാര്യങ്ങളൊക്കെ വീഡിയോകളൊക്കെ നമുക്ക് ഇന്റർനെറ്റിൽ ലഭ്യമാണ്. അപ്പൊ ഇതൊക്കെ തന്നെ ഇവിടെ പേടിപ്പെടുത്തുന്ന കാര്യമാണ്. അതിനിടയ്ക്കാണ് ബെർലിനിലെ മാർക്കറ്റിൽ വെച്ച് ഒരാൾക്ക് കുത്തേറ്റത്. പക്ഷേ കുത്ത് അത്ര വലിയ കാര്യമുള്ളത് അല്ലെന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ട്. മരണം ഇതുവരെ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഇത്തവണത്തെ മാർക്കറ്റിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനം തന്നെ ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച്. കാരണം 2024 ഡിസംബർ 20 നടന്നത് ഇപ്പോഴും ആരും മറന്നിട്ടില്ല. ആ കൃത്യം നടത്തിയ ആ ഭീകരന്റെ കോടതി വിസ്താരം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അദ്ദേഹം കോടതിയിൽ എത്തിയിട്ട് കമാന്നൊരക്ഷരം മിണ്ടാതെയാണ് 3 ദിവസം, എനിക്ക് തോന്നുന്നു നവംബർ പകുതിയോടുകൂടിയാണ് അത് തുടങ്ങിയത്. ഈ മനുഷ്യൻ കോടതിയിലെത്തിയിട്ട് കമാന്നൊരക്ഷരം, വക്കീൽ മുഖേന കോടതിയിലെത്തിയിട്ട് മുഖം പോലും മറയ്ക്കാൻ കൂസാക്കാതെ കമാന്നൊരക്ഷരം മിണ്ടാതെ 3 ദിവസം കോടതിയിൽ നിന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷമാണ് ഇയാൾ പ്രതികരിച്ചത്. അത് എന്റെ ദൈവം അല്ലെങ്കിൽ എന്റെ അള്ള ഇത് എന്നെ കൊണ്ട് ചെയ്യിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ എത്രമാത്രം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും, അല്ലെങ്കിൽ നമ്മുടെ ക്രൈസ്തവ വിശ്വാസം അല്ലെങ്കിൽ മറ്റ് ക്രൈസ്തവര് അല്ലെങ്കിൽ നമുക്ക് വിശ്വാസം ഇല്ലാത്തവര് തന്നെ ഒത്തിരി ജർമ്മനിയിലുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ തന്നെ ദഹിക്കുകയില്ലാത്ത കാര്യങ്ങളാണ് ഇവര് അല്ലെങ്കിൽ ഈ ഭീകരന്മാര്, ഈ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് അവിടെ നടത്തുന്നത്. അപ്പോഴും ഒരു സംശയം തോന്നുന്നത്, ഇതൊരു ആസൂത്രിതമായ ആക്രമണം തന്നെയാണോ ഇവർ നടത്തുന്നത്? കാരണം നമ്മളുടെ ക്രിസ്തുമസ് എന്ന് പറയുന്ന വലിയൊരു ആഘോഷം നടക്കുന്ന അവിടേക്കൊക്കെയാണ് ഇവർ ഇരച്ചു കയറി വരുന്നത്. അപ്പോൾ ക്രൈസ്തവരെ ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രമാണോ ലക്ഷ്യം? അല്ലെങ്കിൽ ഈ സിറിയക്കാരുടെ ഞങ്ങളുടെ ഒരു നാട് ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം? അപ്പോൾ അതിനുവേണ്ടി ക്രൈസ്തവരെ മൊത്തത്തിൽ അങ്ങ് ഉന്മൂലനം ചെയ്തേക്കാം എന്ന ആസൂത്രിതമായ ഒരു ഇടപെടലാണോ ഇവർ നടത്തുന്നത്? അത് ആസൂത്രിതം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പൊ നമ്മൾ 10,000 പേരെ 2,500 പേരെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോൾ അതിൽ 10,000 പേര് വരുന്നത് ഇവര് ഇന്റേണലായിട്ട് ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. രണ്ടാമത് ക്രൈസ്തവരെ ഇപ്പം മറ്റ് രാജ്യങ്ങളിൽ, ഇപ്പം നൈജീരിയ അല്ലെങ്കിൽ ബോക്കോ ഹറാം എന്ന് പറഞ്ഞ അവിടെയൊക്കെ ആ ഭീകരന്മാർ ചെയ്യുന്ന പോലെ കഴുത്തറുത്ത് 200 പേരെ നിരത്തി കൊല്ലുന്ന ഒരു അവസരത്തിലേക്ക് ജർമ്മനി എത്തിയിട്ടില്ല. പക്ഷെ ഏതെങ്കിലും കാലത്തിൽ എത്താം എന്നാണ് ഞങ്ങൾക്കൊക്കെ ഒരു ഭയം. ഇപ്പം നമ്മുടെയൊക്കെ കാലശേഷം ഉണ്ടാകുന്നത് എന്താണെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. പക്ഷെ ഇതിനകത്ത് ഈ ചോദ്യത്തിൻ്റെ അകത്ത് വന്നതുപോലെ ക്രൈസ്തവരെ മാത്രമല്ല, ഇവരുടെ ഒരു കൾച്ചർ, ഇവരുടെ ഒരു രാഷ്ട്രം ഇവിടെ പണിത് ഉയർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ലക്ഷ്യം. അത് ആസൂത്രിതം തന്നെയാണ്. കാരണം ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം. ഇവര് കുഞ്ഞുകുട്ടി പരാധീനങ്ങളെല്ലാം തന്നെ ഈ ഹമാസിന്റെ കൂടി അല്ലെ സിറിയയുടെ കൂടി അല്ലെങ്കിൽ ജൂതവിരുദ്ധത എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ശിക്ഷയായിട്ടാണ് ഇപ്പം കാണുന്നത്. ഏറ്റവും വലിയ രാജ്യദ്രോഹമായിട്ടാണ് ജർമ്മനിയുടെ ഗവൺമെന്റ്, ജർമ്മനിയുടെ പാർലമെന്റ് നിയമം പാസ്സാക്കിയിരിക്കുന്നത്. അതിനെതിരെയാണ് ഇവിടെ പൊതുവിൽ അലറി വിളിച്ച് ജൂതന്മാർക്കെതിരെ നടത്തുന്ന ആ ഒരു എതിരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാക്കുകൾ കൊണ്ട് അത് പറയാൻ പറ്റില്ല. കാരണം
അവരെ വിളിക്കുന്ന കാര്യങ്ങളും ജർമ്മൻ ഭാഷയിലാണെങ്കിലും അറബ് ഭാഷയിലാണെങ്കിലും അല്ലെ സിറിയൻ ഭാഷയിലാണെങ്കിലും അവരെ വിളിക്കുന്നതൊക്കെ നമുക്ക് അതിപ്പോ ഇങ്ങനെ ഒരു ചർച്ചയിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ തന്നെ നമ്മളെ അല്ലെങ്കിൽ ശാന്തമായിട്ടല്ല ഇവിടെ വന്ന് ജോലി ചെയ്ത് രാഷ്ട്രത്തിനും അല്ലെ നമുക്കും അതിന്റെ മേന്മ കിട്ടുമെന്നുള്ള വിശ്വാസത്തോടു കൂടി വരുന്ന എല്ലാ രാജ്യക്കാർക്കും, അത് നമുക്ക് ഇന്ത്യക്കാർക്ക് മാത്രമല്ല എല്ലാ രാജ്യക്കാർക്കും അതൊരു ചോദ്യചിഹ്നമാണ്. അത് പേടിപ്പെടുത്തുന്ന ഒരു ചോദ്യചിഹ്നം തന്നെയാണ് ഇവർ ഉയർത്തുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും ജർമ്മനി എന്ന് പറയുമ്പോൾ നമ്മൾ കാണുമ്പോൾ സുന്ദരമായ ഒരു ദേശമാണ്. വളരെയേറെ ആഗ്രഹമുണ്ട് ആളുകൾക്കെല്ലാം അങ്ങോട്ട് എത്താനും. പക്ഷേ ഈ തീവ്രവാദികൾ, സിറിയൻ തീവ്രവാദികൾ കാണിക്കുന്ന പേക്കൂത്തുകൾ കൊണ്ട് പലപ്പോഴും ഈ സ്വർഗം എന്ന് പറയുന്നത് നരകതുല്യമായി പോകുമോ എന്ന വലിയ പേടിയാണ് ഇപ്പോൾ നമ്മളോട് ജോസ് കുമ്പിളിവയലിൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ നമ്മളോട് പങ്കുവെച്ചത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ പലപ്പോഴും പേടിയായി പോകുന്ന ഒരവസ്ഥ തന്നെയാണ് ഉണ്ടാവുന്നത്. ക്രൈസ്തവർക്ക് നേരെ ഉണ്ടാവുന്ന വലിയ പീഡനങ്ങൾ തന്നെയാണ്. മാത്രമല്ല സിറിയൻ തീവ്രവാദികളുടെ അവരുടേതായ ഒരു ദേശം കെട്ടിപ്പടുക്കാനുള്ള അവരുടെ ശ്രമവുമാണ് അവിടെ നടക്കുന്നത്. എന്തായാലും അതെല്ലാം പെട്ടെന്ന് തന്നെ ജർമ്മൻ അതോറിറ്റി ഇല്ലാതാക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഇപ്പം നമ്മളോട് സംസാരിച്ച മുതിർന്ന മാധ്യമപ്രവർത്തകനായ ജോസ് കുമ്പിളിവയലിനാണ്, ജർമ്മനിയിൽ നിന്നാണ് നമ്മളുടെ കൂടെ തത്സമയം ഇപ്പോൾ ചേർന്നത്.